കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ആദർശത്തിന്റെ ഭാഗമായി നിന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു ഹാളിൽ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത ഏറ്റവും ആശയപരമായ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അത് എന്ന് നമ്മളൊക്കെ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം എന്ന് പഠിപ്പിച്ച, ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവില്ലാതെ, ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ, ജാതി ഇല്ലാതെയും മതമില്ലാതെയും ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അതിനും അനുവാദം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലെ ഓരോ കുടുംബാംഗങ്ങളുമാണ് നമ്മളെല്ലാവരും. അതുതന്നെയാണ് നമ്മളെല്ലാവരെയും ഈ ഹാളിൽ ഒരുമിച്ചിരുത്തുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. ചടങ്ങിൽ പ്രസിഡന്റ് അലോഷ്യസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഏറെക്കാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ച മുൻ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്ററെ ആദരിച്ചു. മെമ്പർമാരുടെ മക്കളിൽ ബിരുദതലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഹോസ്ദുർഗ് എഇഒ മിനി ജോസഫ് ഉപഹാരം നൽകി ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ സൊസൈറ്റി മുൻ പ്രസിഡന്റ് ടി കെ എവുജിൻ അനുമോദിച്ചു. +2 പരീക്ഷയിൽ മികവാർന്ന വിജയം നേടിയവർക്ക് KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ കെ ഉപഹാര വിതരണം നടത്തി. KP മുരളീധരൻ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, ഡയറക്ടർമാരായ ബിജു PK, സുഗതൻ K, ശോഭ K, സോജൻ ജോർജ് KM, കൃഷ്ണൻ TS, TG ദേവസ്യ, സീത PR, സുരേന്ദ്രൻ K എന്നിവർ സംസാരിച്ചു. ബെന്നി PT സ്വാഗതവും JNCE നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.